ഹായ് സ്റ്റുഡൻസ്, ഫോക്കസ് ട്യൂഷൻ സെന്ററിന്റെ മൈക്രോ ടിപ്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എന്റെ പേര് ജിനു. ഞാൻ ഇന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ആലോചിക്കുന്നത് 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ 6ാമത്തെ ചാപ്റ്ററായ വിഷൻ ആൻഡ് ദ വേർഡ് ഓഫ് കളേഴ്സ് എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കുകളുണ്ട്. ഡിസ്പെർഷൻ, സ്കാറ്ററിംഗ്, അതുപോലെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ഉണ്ടെങ്കിലും അതിനേക്കാളും കുറച്ചും കൂടെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ അത്രയും തന്നെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കിലോട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് നോക്കാം ഈ പാഠത്തിലെ ഏറ്റവും ഫസ്റ്റ് ടോപ്പിക്കായ ലോങ് വിഷനും ഷോർട്ട് വിഷനും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അതായത് ഒരാള് ദൂരെയുള്ള വസ്തുവിനെ നോക്കുമ്പോഴും അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോഴും രണ്ട് തരത്തിലായിരിക്കും കണ്ണ് പ്രതികരിക്കുക അല്ലെ. കണ്ണിനകത്തുള്ള സിലറി മസിൽസ് ആയിരുന്നാലും ലെൻസിന്റെ കർവേച്ചർ ആയിരുന്നാലും അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത് ആയിരുന്നാലും വ്യത്യാസപ്പെടുന്നുണ്ട്. ഒരാൾ ദൂരെയുള്ള വസ്തുക്കൾ നോക്കുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം? ലോങ് വിഷനിലായിരിക്കുമ്പോൾ ഫോക്കൽ ലെങ്ത് ഉറപ്പായിട്ട് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഫോക്കൽ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ലെൻസിന്റെ കർവേച്ചർ എന്ത് ചെയ്യും? അവിടെ കുറയും. ഫോക്കൽ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ലെൻസിന്റെ കർവേച്ചർ കുറയും. ലെൻസിന്റെ കർവേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ സിലറി മസിൽസ് എന്താവും? കുറച്ചും കൂടെ റിലാക്സ് ആവും അല്ലെ. അപ്പൊ നമ്മൾ ഒരു വസ്തുവിന് ദൂരോട്ട് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ണിലുള്ള കർവേച്ചർ, ലെൻസിന്റെ കർവേച്ചർ എന്ത് ചെയ്യും? കുറയും. ഫോക്കൽ ലെങ്ത് കൂടും. സിലറി മസിൽസ് എന്ത് ചെയ്യും? റിലാക്സ് ആവും. പഠിച്ചോണം, ഇത് തിരിഞ്ഞു പോകാൻ വളരെ ചാൻസ് ഉണ്ട്, തെറ്റിക്കരുത്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ആദ്യമായിട്ട് നമുക്ക് നോക്കാം ലോങ് വിഷനും ഷോർട്ട് വിഷനും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ലോങ് വിഷൻ ദൂരക്കാഴ്ച, ഷോർട്ട് വിഷൻ അടുത്തുള്ള കാഴ്ച അല്ലേ. അപ്പൊ രണ്ട് കാഴ്ചയിലും കണ്ണിന് എന്ത് ചെയ്യും? കണ്ണിനകത്ത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പൊ കണ്ണിനകത്തുള്ള സിലറി മസിൽസ് ആയിരുന്നാലും അതുപോലെ തന്നെ ലെൻസിന്റെ കർവേച്ചർ ആയിരുന്നാലും ഫോക്കസ് എന്ത് ചെയ്യും? ദൂരെ നോക്കുമ്പോഴും അടുത്തുള്ള വസ്തുക്കൾ നോക്കുമ്പോഴും രണ്ടും വ്യത്യസ്തമായിരിക്കും. അല്ല, മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബോർഡിലോട്ട് നോക്കിയാൽ അത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ലോങ് വിഷനും ഷോർട്ട് വിഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ദൂരെയുള്ള ഒരു വസ്തുവിനെ ഞാൻ നോക്കുമ്പോൾ ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യും? കൂടും. ഫോക്കൽ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ലെൻസിന്റെ കർവേച്ചർ വളരെയധികം കുറവായിരിക്കും. ലെൻസിന്റെ കർവേച്ചർ കുറയുന്നത് കൊണ്ട് തന്നെ കണ്ണിന്റെ സിലറി മസിൽസ് എന്ത് ചെയ്യും? കുറച്ചും കൂടെ റിലാക്സ് ആവും. അപ്പം ഇങ്ങനെ പഠിക്കുക, ദൂരെയുള്ള വസ്തുക്കൾ നോക്കുമ്പോൾ ഫോക്കൽ ലെങ്ത് കൂടും, ലെൻസിന്റെ കർവേച്ചർ കുറയും, സിലറി മസിൽസ് എന്ത് ചെയ്യും? റിലാക്സ് ആവും. ഇനി അടുത്തുള്ള വസ്തുക്കൾ നോക്കുമ്പോൾ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഫോക്കൽ ലെങ്ത് വളരെയധികം കുറയും, ലെൻസിന്റെ കർവേച്ചർ എന്ത് ചെയ്യും? കുറച്ചും കൂടെ കൂടും അല്ലെ, കുറച്ചും കൂടെ വികസിക്കും. എന്നാൽ സിലറി മസിൽസ് കോൺട്രാക്ട് ആവും. ഇമ്പോർട്ടന്റ് ആണ്, സിലറി മസിൽസ് എന്ത് ചെയ്യും? കോൺട്രാക്ട് ആവും. അപ്പം അടുത്തുള്ള വസ്തുക്കളെയും ദൂരെയുള്ള വസ്തുക്കളെയും നോക്കുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഒരിക്കൽ കൂടെ ലോങ് വിഷനിലായിരിക്കുമ്പോൾ ഫോക്കൽ ലെങ്ത് കൂടും, ഷോർട്ട് വിഷനിലായിരിക്കുമ്പോൾ ഫോക്കൽ ലെങ്ത് കുറയും. ലോങ് വിഷനിലായിരിക്കുമ്പോൾ ലെൻസിന്റെ കർവേച്ചർ ഡിക്രീസ് ആവും, ഷോർട്ട് വിഷനിലായിരിക്കുമ്പോൾ ലെൻസിന്റെ കർവേച്ചർ ഇൻക്രീസ് ആവും. സിലറി മസിൽസ് ലോങ് വിഷനിൽ റിലാക്സ് ആവുമെങ്കിൽ സിലറി മസിൽ ഷോർട്ട് വിഷനിൽ അത് കോൺട്രാക്ട് ആവും. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരാൾക്ക് വളരെ അടുത്ത് വെച്ച് കാണാൻ പറ്റിയ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് എത്രയെന്ന് വെച്ചാൽ അത് 25 സെന്റിമീറ്റർ ആണ്. എത്രയാണ്? 25 സെന്റിമീറ്റർ. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? നിയർ പോയിന്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഒരാൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റിയ അടുത്തുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അത് 25 സെന്റിമീറ്റർ ആണ്. എന്നാൽ ഒരു ആരോഗ്യമുള്ള വ്യക്തിക്ക്, ആരോഗ്യമുള്ള കണ്ണുള്ള വ്യക്തിക്ക് ദൂരക്കാഴ്ച എത്രയെന്ന് വെച്ചാൽ അത് ഇൻഫിനിറ്റി ആണ്. ഫാർ പോയിന്റ് എത്രയെന്ന് വെച്ചാൽ ഇൻഫിനിറ്റി ആണ്. അറിഞ്ഞിരിക്കുക. നിയർ പോയിന്റ് എത്രയെന്ന് വെച്ചാൽ കണ്ണിന്റെ നിയർ പോയിന്റ് 25 സെന്റിമീറ്ററും ഫാർ പോയിന്റ് ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, ഇനി ഇതെല്ലാം പഠിക്കുമ്പോൾ തന്നെ കണ്ണിനൊരു കഴിവുണ്ട്. ഇപ്പൊ ദൂരെയുള്ള വസ്തുക്കളെ നോക്കുമ്പോഴും അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോഴും കണ്ണിന്റെ ലെൻസ് അല്ലെങ്കിൽ കണ്ണിന്റെ ലെൻസിന്റെ കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ കണ്ണിനൊരു കഴിവുണ്ട്. ആ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പവർ ഓഫ് അക്കോമഡേഷൻ. അത് മാത്രമല്ല, അത് ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ദൂരെയുള്ള വസ്തുക്കളെ നോക്കുമ്പോഴും അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോഴും ലെൻസിന്റെ കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്, ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് റെറ്റിനയിൽ ഇമേജ് പതിപ്പിക്കാൻ പറ്റുന്ന കണ്ണിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പവർ ഓഫ് അക്കോമഡേഷൻ. ഇതുപോലെ തന്നെ പഠിക്കുക. 2 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ? നോക്കാം. നമുക്ക് ഇപ്പൊ ബോഡി കാണുന്ന അതുപോലെ ഒന്ന് പഠിക്കുക. നമ്മുടെ ടെസ്റ്റ് അതേ ഡെഫിനിഷൻ ആണ്. ദ എബിലിറ്റി ഓഫ് ദ ഐ ടു ഫോം ആൻ ഇമേജ് ഓൺ ദ റെറ്റിന by adjusting the focal length of the lens in the eye by varying the curvature of lens irrespective of position of the object is the power of accommodation. The ability of the eye, കണ്ണിന്റെ കഴിവ്. എന്തിനുള്ള കഴിവ്? ടു ഫോം ആൻ ഇമേജ് ഓൺ ദ റെറ്റിന, റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യിക്കാനുള്ള കഴിവ്. എങ്ങനെ ചെയ്യിപ്പിക്കും? ബൈ അഡ്ജസ്റ്റിംഗ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ഇൻ ദ ഐ, കണ്ണിലെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്. എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ബൈ വേരിയിങ് കർവേച്ചർ ഓഫ് ലെൻസ്, ലെൻസിന്റെ കർവേച്ചർ വേരി ചെയ്തുകൊണ്ട്, ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കണ്ണിലെ ഇമേജ് പതിപ്പിക്കാൻ കഴിയുന്ന ആ കണ്ണിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പവർ ഓഫ് അക്കോമഡേഷൻ. ഇവിടെ വസ്തുവിന് മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. വസ്തു എവിടെ ആയിരിക്കുമോ അത് അവിടെ തന്നെ ആയിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. പക്ഷെ എന്തായിരിക്കും മാറുക? കണ്ണിന്റെ കർവേച്ചർ ആയിരിക്കും എന്ത് ചെയ്യുക? അഡ്ജസ്റ്റ് ആവുന്നത്. ഓക്കെ, പവർ ഓഫ് അക്കോമഡേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ പാഠത്തിൽ നമ്മൾ പിന്നീട് ഒരു ടോപ്പിക് പഠിക്കും, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. പവർ ഓഫ് അക്കോമഡേഷനും പെർസിസ്റ്റൻസ് ഓഫ് വിഷനും തിരിഞ്ഞു പോകല്ലേ, പല പിള്ളേർക്കും അത് തിരിഞ്ഞു പോകാറുണ്ട്. വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പാഠത്തിലെ
മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ച് ഉറപ്പാണ്, ഇത് വെച്ച് ഒരു കണക്ക് ഉറപ്പാണ്, ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, മസ്റ്റായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. അപ്പോൾ ചോദ്യം ഇതാണ്, കണ്ണുമായി ബന്ധപ്പെട്ട 3 ഡിഫക്റ്റുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, 1 ഹൈപ്പർ മെട്രോപ്പിയ, 2 മയോപ്പിയ, 3 പ്രസ്ബയോപ്പിയ. ഈ ചോദ്യം അറിഞ്ഞുകൂടാത്ത ഇപ്പം തന്നെ നമുക്ക് പഠിച്ചു പോകാം, വളരെ എളുപ്പമാണ്. ഒന്നാമത്തെ രോഗം ഏതാണ്? ഹൈപ്പർ മെട്രോപ്പിയ. അതിന് മറ്റൊരു പേരുണ്ട്, എന്താ? ലോങ് സൈറ്റഡ്നെസ്. എന്താണ് ഈ രോഗത്തിന്റെ പ്രത്യേകത? ആ വാക്കിൽ തന്നെ ലോങ് സൈറ്റഡ്നെസ്. ദൂരെയുള്ള വസ്തുക്കളെ കാണാം, അടുത്തുള്ള വസ്തുക്കളെ കാണാൻ പറ്റില്ല. ഇതിന്റെ റീസൺ നോക്കിക്കോ. ഒന്നുകിൽ ഐബോളിന്റെ സൈസ് ചെറുതായതായിരിക്കാം, അല്ലെങ്കിൽ കണ്ണിന്റെ പവർ, ലെൻസിന്റെ പവർ എന്ത് ചെയ്യുക? കുറഞ്ഞതായിരിക്കാം. ഓക്കെ, അപ്പൊ റീസൺ എന്താ തന്നിട്ടുണ്ട്? ഒന്നുകിൽ എന്താണ് ഇവിടെ തന്നിട്ടുള്ള എന്താ റീസൺ നോക്കാം നമുക്ക്. അപ്പൊ നമുക്ക് റീസൺ നോക്കാം. എന്താ? ഒന്നുകിൽ പവർ ഓഫ് ദ ഐ ഈസ് ലെസ്, കണ്ണിന്റെ പവർ കുറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഐബോളിന്റെ സൈസ് എന്തായിരിക്കാം? ചെറുതായതായിരിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ പ്രത്യേകതയും പഠിക്കണം, പെക്യുലാരിറ്റിയും പഠിക്കണം. പ്രത്യേകത എന്തായിരിക്കും? ദൂരെയുള്ള വസ്തുക്കളെ കാണുമ്പോൾ ഫോക്കൽ ലെങ്ത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെയും ഈ ഇമേജ് എവിടെ പതിക്കത്തില്ല? റെറ്റിനയിൽ പതിക്കത്തില്ല. അതാണ് ഈ രോഗം വന്നവരുടെ പ്രത്യേകത. ഇമേജ് എവിടെ പതിക്കത്തില്ല? റെറ്റിനയും പതിക്കത്തില്ല. പിന്നെ എവിടെയായിരിക്കും പതിക്കുന്നത്? റെറ്റിനയും കഴിഞ്ഞായിരിക്കും ഇമേജ് പതിക്കുന്നത്. ഇപ്പൊ ഇമേജ് ഫോംഡ് ബിഹൈൻഡ് ദ റെറ്റിന. ഈ രോഗമുള്ളവർക്ക് ഫോക്കൽ ലെങ്ത് എങ്ങനെയായിരിക്കും? വളരെയധികം കൂടുതലായിരിക്കും. മറ്റൊരു ചോദ്യം, ഈ രോഗമുള്ളവർക്ക് നിയർ പോയിന്റ് എത്ര ആയിരിക്കത്തില്ല? അത് 25 സെന്റിമീറ്റർ. അതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഹൈപ്പർ മെട്രോപ്പി എന്ന രോഗമുള്ളവർക്ക് നിയർ പോയിന്റ് എത്ര ആയിരിക്കത്തില്ല? 25 സെന്റിമീറ്റർ ആയിരിക്കത്തില്ല. 25 സെന്റിമീറ്റർ ആയിരിക്കത്തില്ല. ഇനി ഈ രോഗം വന്നവർക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്ന റെമഡി എന്തായിരിക്കും? കോൺവെക്സ് ലെൻസ് ആണ്. ഏതായിരിക്കും? കോൺവെക്സ് ലെൻസ്. അപ്പൊ ആദ്യത്തെ രോഗം ഏതാണ്? ഹൈപ്പർ മെട്രോപ്പി അല്ലെങ്കിൽ ലോങ് സൈറ്റ്നെസ്. ഈ രോഗം വരാനുള്ള പ്രധാന കാരണം, റീസൺ എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ കണ്ണിന്റെ ഐബോളിന്റെ സൈസ് ചെറുതായതായിരിക്കാം, അല്ലെങ്കിൽ ലെൻസിന്റെ പവർ കുറഞ്ഞതായിരിക്കാം. ഈ രോഗം വന്നവർക്ക് ഒരിക്കലും റെറ്റിനയിൽ ഇമേജ് പതിക്കത്തില്ല. റെറ്റിനയിൽ കഴിഞ്ഞായിരിക്കും എന്ത് ചെയ്യുക? ഇമേജ് പതിക്കുക. മാത്രമല്ല ഫോക്കൽ ലെങ്ത് വളരെയധികം കൂടുതലായിരിക്കും. റെമഡി എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. പ്ലസ് പവർ ഉള്ള കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ, തെറ്റിക്കരുത്. ഇനി രണ്ടാമത്തെ രോഗമാണ് ഏത്? മയോപ്പിയ. മയോപ്പിയയുടെ മറ്റൊരു വാക്കാണ് നിയർ സൈറ്റഡ്നെസ്. നിയർ സൈറ്റഡ്നെസ് എന്ന് വെച്ചാൽ അടുത്തുള്ള വസ്തുക്കളെ കാണാം, ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കത്തില്ല, അല്ലെ? അപ്പൊ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ പറ്റുമെങ്കിൽ അവരുടെ ഫാർ പോയിന്റ് എത്ര ആയിരിക്കത്തില്ല? ഫാർ പോയിന്റ് ഇൻഫിനിറ്റി ആയിരിക്കത്തില്ല. ഫാർ പോയിന്റ് എത്ര ആയിരിക്കൂല? ഇൻഫിനിറ്റി ആയിരിക്കില്ല. ഇൻഫിനിറ്റി ആയിരിക്കത്തില്ല. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി ഈ രോഗം വരാനുള്ള പ്രധാനപ്പെട്ട റീസൺ, ആ റീസൺ നോക്കിക്കോ. നേരത്തെ നമ്മൾ പഠിച്ചില്ലേ? ഹൈപ്പർ മെട്രോപ്പിയയുടെ രോഗത്തിന്റെ റീസൺ പഠിച്ചില്ലേ? അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഈ രോഗത്തിന്റെ പ്രത്യേകത. അവിടെ പവർ കുറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ എന്തായിരിക്കുക? കണ്ണിന്റെ ലെൻസിന്റെ പവർ കൂടിയതായിരിക്കും പ്രധാനപ്പെട്ട കാരണം. മറ്റൊന്ന്, ഐബോളിന്റെ സൈസും ലാർജ് ആയതായിരിക്കാം. അപ്പം മയോപ്പിയ എന്ന രോഗം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? കണ്ണിന്റെ പവർ അല്ലെങ്കിൽ ലെൻസിന്റെ പവർ കൂടിയതായിരിക്കാം, അല്ലെങ്കിൽ ഐബോളിന്റെ സൈസ് കൂടിയതായിരിക്കാം. ഇനി ഈ രോഗം വന്നവരുടെ പ്രത്യേകത, നേരത്തെ ഹൈപ്പർ മെട്രോപ്പിയ പറഞ്ഞപ്പോൾ റെറ്റിനയ്ക്ക് പുറകിലാണ് ഇമേജ് ഉണ്ടായെങ്കിൽ, ഈ രോഗം വന്നവർക്ക് എന്തായിരിക്കും പ്രത്യേകത? റെറ്റിനയ്ക്ക് മുമ്പിലായിരിക്കും എന്ത് ചെയ്യുക? ഇമേജ് ഉണ്ടായിരിക്കുന്നത്. അപ്പം മയോപ്പിയ എന്ന രോഗം വന്നവർക്ക് ഇമേജ് എവിടെ ആയിരിക്കും ഫോം ചെയ്യുന്നത്? ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന. റെറ്റിനയ്ക്ക് ഫ്രണ്ടിലായിരിക്കും. ഇനി ഫോക്കൽ ലെങ്ത് എങ്ങനെയായിരിക്കും? വളരെയധികം കുറവായിരിക്കും. കാരണം റെറ്റിനയെ പോലും എത്തുന്നില്ലല്ലോ. ഫോക്കൽ ലെങ്ത് വളരെയധികം കുറവായിരിക്കും. ഡോക്ടർ നിർദ്ദേശിക്കുന്ന പരിഹാരം അല്ലെങ്കിൽ ലെൻസ് ഏതായിരിക്കും? കോൺകേവ് ലെൻസ് ആയിരിക്കും. കോൺകേവ് ലെൻസിന്റെ സിമ്പിൾ എന്താ അല്ലെങ്കിൽ സൈൻ എന്താ? നെഗറ്റീവ് സൈൻ ആണ്. ഓക്കെ, അപ്പൊ കോൺകേവ് ലെൻസിന്റെ പവർ എന്ന് വെച്ചാൽ അത് നെഗറ്റീവ് പവർ ആണ് കേട്ടോ. കോൺകേവ് ലെൻസ് തെറ്റിക്കല്ലേ. ഹൈപ്പർമെട്രോപ്പിയക്ക് കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ മയോപ്പിയക്ക് ഏതായിരിക്കും? കോൺകേവ് ലെൻസ് ആണ്. മറ്റു മൂന്നാമത്തെ ഒരു ഡിഫക്റ്റ് ആണ് ഇത് പ്രസ് ബയോപ്പിയ. ഏതാണ്? പ്രസ് ബയോപ്പിയ. വളരെ ഇമ്പോർട്ടന്റ് രോഗമാണ് ഇത്, പ്രസ് ബയോപ്പിയ. കണ്ണിൽ വരുന്ന മൂന്നാമത്തെ ഡിഫക്റ്റ്. ഓക്കെ, ഈ രോഗം വരാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ കണ്ണിലെ സിലറി മസിൽസിന്റെ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും. അപ്പൊ എബിലിറ്റി നഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം എന്ത് വരുന്നത്? ഈ പ്രസ് ബയോപ്പി എന്ന് പറയുന്ന രോഗം വരുന്നത്. വെള്ള എഴുത്തെന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രോഗത്തെ വന്നവരുടെ പ്രത്യേകത, ഇവരുടെ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്തായിരിക്കും? കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ പവർ ഓഫ് അക്കോമഡേഷന് കണ്ണിന്റെ കഴിവ് എന്ത് ചെയ്യുന്നുണ്ട്? നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മറ്റൊന്ന് കോൺവെക്സ് ലെൻസ് ആണ്. എന്ത് ചെയ്യുക? ഈ രോഗത്തിന് പ്രിസ്ക്രൈബ് ചെയ്യുക. അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. അത് 1-2 ചോദ്യങ്ങൾ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അത് നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇത് ഇത്ര മാത്രമേ ഇവിടെ നിന്ന് ചോദിക്കാറുള്ളൂ. ഓക്കെ, ഏറ്റവും ടഫായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നതെങ്കിലും 1-2 ദിവസം നമ്മൾ നോക്കുമ്പോൾ, 1-2 പ്രാവശ്യം നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ചോദ്യങ്ങളെല്ലാം ക്ലിയർ ആയി കിട്ടും. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒബ്സർവ് ദ ഫിഗർ. ഇത് പ്രീവിയസ് ചോദ്യമാണ്. ഒബ്സർവ് ദ ഫിഗർ ഇൻ വിച്ച് ഇമേജ് ഫോർമേഷൻ ഐ ഈസ് ഗിവൺ. താഴെ ഒരു കണ്ണിലുണ്ടാവുന്ന ഇമേജ് ഫോം ചെയ്യുന്ന ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത്. പക്ഷെ ഇമേജ് ഫോം ചെയ്യുന്നത്, അതല്ല ലൈറ്റിന്റെ റേസ് എല്ലാം കൂട്ടിമുട്ടുന്ന സ്ഥലം നോക്കിയേ. ലൈറ്റിന്റെ റേസ് എല്ലാം കൂട്ടിമുട്ടുന്ന സ്ഥലം നോക്കിയേ, ഇവിടെയാണ് അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം റെറ്റിന ഇതാണെങ്കിൽ അവിടെ ഇമേജ് ഉണ്ടാവുന്നില്ല. പിന്നെ എവിടെയാണ് ഇമേജ് ഉണ്ടാവുന്നത്?
ഈ ലൈറ്റ് കൂട്ടിമുട്ടിയ ഈ ഭാഗത്താണ് ഇമേജ് ഉണ്ടാവുക. അപ്പൊ റെറ്റിനയ്ക്ക് മുമ്പിലല്ലേ ഇമേജ് ഉണ്ടാവുന്നത്? റെറ്റിനയ്ക്ക് മുമ്പിൽ ഇമേജ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഏതായിരിക്കും രോഗം? മയോപ്പിയാണ് രോഗം. അപ്പൊ റെറ്റിനയ്ക്ക് പുറകിലാണെങ്കിൽ ഹൈപ്പർമെട്രോപ്പി ആണെങ്കിൽ, റെറ്റിനയ്ക്ക് മുമ്പിലാണ് ഇമേജ് ഉണ്ടായെങ്കിൽ അത് മയോപ്പിയാണ്. അപ്പൊ ചോദ്യം, നെയിം ദ ഡിഫക്റ്റ് ഓഫ് ദി ഐ. കണ്ണിന്റെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ ഈ കണ്ണിലെ പ്രശ്നം എന്താണ്? മയോപ്പിയാണ് പ്രശ്നം. മയോപ്പിയയാണ് ഈ രോഗത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം. ഓക്കെ, ഈ ചിത്രത്തിൽ കാണുന്ന ഡിഫക്റ്റ് ഏതാണ്? മയോപ്പിയാണ്. ഓക്കെ, വാട്ട് ആർ ദ റീസൺ ഫോർ ദിസ് ഡിഫക്റ്റ്? ഈ ഡിഫക്റ്റിന് പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും? രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, ഐബോളിന്റെ സൈസ് വലുതായിരിക്കാം, അല്ലെങ്കിൽ ലെൻസിന്റെ പവർ കൂടിക്കാണാം. ഐബോളിന്റെ സൈസ് വലുതായി കാണാം, അല്ലെങ്കിൽ ലെൻസിന്റെ പവർ കൂടിയിരുന്നായിരിക്കാം. മറ്റൊന്ന്, സജസ്റ്റ് എ റെമഡി ഫോർ ദിസ്. ഈ രോഗം വന്നവർക്കുള്ള റെമഡി എന്തായിരിക്കും ഡോക്ടർ നിർദ്ദേശിക്കുന്നത്? കോൺകേവ് ലെൻസ് ആണ്. എന്തായിരിക്കും? കോൺകേവ് ലെൻസ്. ഓക്കെ, പരീക്ഷ ഇങ്ങനെയും ചോദിക്കാറുണ്ട്. ഒരു ഡോക്ടർ -D എന്ന് പറയുന്ന ഒരു ലെൻസ് രോഗിക്ക് നിർദ്ദേശിച്ചു. ഏതായിരിക്കും ആ രോഗം എന്ന് ചോദിച്ചാലും ഏതായിരിക്കും? മയോപ്പി ആയിരിക്കും. പ്ലസ് ആണെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയോ പ്ലസ് ബയോപ്പി ആവാം. മൈനസ് ആണെങ്കിൽ ഉറപ്പിച്ചത് കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് കൊടുക്കുന്നത് മയോപ്പി എന്ന് പറയുന്ന രോഗത്തിനാണ്. ഓക്കെ, ഇനി ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ 2022 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കിക്കോ. The figure shows the image formed in the eye of a person. Observe the figure and answer the following. താഴെ തന്നിരിക്കുന്ന ചിത്രം നോക്കി താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. അതാണ് ചോദ്യം. ഇവിടെ കണ്ടോ, ഇമേജ് ഉണ്ടായത് എവിടെയാണ്? റെറ്റിനയും കഴിഞ്ഞാണ് ഇമേജ് ഉണ്ടായത്. ലൈറ്റ് റേസ് എല്ലാം കൂട്ടിമുട്ടുന്ന എവിടെയാണ്? റെറ്റിനയും കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ റെറ്റിനയും കഴിഞ്ഞ് പോകണമെങ്കിൽ ഫോക്കൽ ലെന്ത് കൂടിയിരിക്കത്തില്ലേ? ഫോക്കൽ ലെന്ത് കൂടുതലാണെങ്കിൽ ഇത് ഏത് രോഗമായിരിക്കും? ഹൈപ്പർമെട്രോപ്പി ആയിരിക്കും. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. വേർ ഈസ് ദ ഇമേജ് ഫോംഡ്? എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്? ഓപ്ഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന, അറ്റ് റെറ്റിന, ബിഹൈൻഡ് ദ റെറ്റിന. ഉത്തരം ബിഹൈൻഡ് ദ റെറ്റിന. ഏതാണ്? ബിഹൈൻഡ് ദ റെറ്റിന. ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? ബിഹൈൻഡ് ദ റെറ്റിന. അടുത്ത്, ഐഡന്റിഫൈ ദ ഡിഫക്റ്റ് ഓഫ് ദ ഐ ഷോൺ ഇൻ ദ ഫിഗർ. ഫോക്കൽ ലെങ്ത് കൂടുതലാണ്, റെറ്റിനയ്ക്ക് മുമ്പിലാണ് ഇമേജ് പതിക്കുന്നത്. ഏതാണ് രോഗം? ഹൈപ്പർമെട്രോപ്പിയ. മറ്റൊരു വാക്ക് ലോങ് സൈറ്റഡ്. ഹൈപ്പർമെട്രോപ്പിയ അല്ലെങ്കിൽ എന്താ? ലോങ് സൈറ്റ്നസ്. ഓക്കെ, ഇനി വാട്ട് ആർ ദ റീസൺ ഫോർ ദിസ് ഡിഫക്റ്റ്? ഈ രോഗത്തിന് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഒന്നുകിൽ ഐബോളിന്റെ സൈസ് ചെറുതായതായിരിക്കാം, അല്ലെങ്കിൽ ലെൻസിന്റെ പവർ കുറഞ്ഞു പോയതായിരിക്കാം ഈ രോഗം വരാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ അല്ലേ. ഇനി ഹൗ കെൻ വി റെക്ടിഫൈ ദി ഡിഫക്റ്റ്? ഈ രോഗം എങ്ങനെ പരിഹരിക്കാൻ പറ്റും? യൂസ് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ രോഗം പരിഹരിക്കാം. അപ്പൊ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ലെൻസിന്റെ പവർ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും കേട്ടോ. +1D +1.2D +1.3D. ഡി എന്ന് വെച്ചാൽ എന്താണ്? ഡയോപ്റ്റർ ആണ്. പവർ ഓഫ് ലെൻസിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. അപ്പം നോക്കുക, ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണെന്ന് കവർ ചെയ്തത്. പരീക്ഷയ്ക്ക് മസ്റ്റായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് നോക്കുക, നന്നായിട്ട് പരീക്ഷ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുവരെയും സി.